മോഹൻ വർഗീസ്, നമ്മൾ നേപ്പാളിൽ ജൻസി പ്രക്ഷോഭം കണ്ടതാണ്. ഒറ്റ ദിവസത്തെ പ്രക്ഷോഭത്തിൽ ആ ഭരണകൂടം നിലം പതിക്കുന്നത് കണ്ടു. ബംഗ്ലാദേശിൽ കണ്ടിട്ടുണ്ട്, ശ്രീലങ്കയിലും സമാനമായ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറു പതിപ്പാണ് ഇന്നലെ ലഡാക്കിൽ കണ്ടതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? യുവാക്കളുടെ സ്വാഭാവിക പ്രതികരണമാണോ ഇന്നലെ അവിടെ സംഭവിച്ചത്? അടിസ്ഥാനപരമായി ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ ഒരു ജെൻസി ടച്ച് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ നേപ്പാളിൽ നടന്നത് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. അത് പ്രത്യേകിച്ച് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നും പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നേപ്പാളിൻ്റെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ തന്നെ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി രാജിവെച്ച് പോകുന്നു. വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് ഇടങ്ങളിലും ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്ന പ്രക്ഷോഭം, നേപ്പാളിൽ നടന്ന പ്രക്ഷോഭം, ഇത് രണ്ടും തമ്മിൽ സമാനതകളില്ല. ഇത് തമ്മിൽ ഒരുപോലെയാണെന്ന് തോന്നാമെങ്കിലും വ്യത്യസ്തതയുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് അടുത്തതിനെയും ഇന്ത്യയിൽ ആയിരിക്കും എന്ന ഒരു നിരീക്ഷണം പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതുകൊണ്ടാണിപ്പോൾ ഇങ്ങനെയൊരു പ്രക്ഷോഭം ലഡാക്കിൽ, അത് ലേ കേന്ദ്രീകരിച്ച് ഇങ്ങനെയൊരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ വൈദേശിക കരങ്ങളുണ്ടോ, അതിന് പിന്നിൽ ഒരു സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടോ, അയൽ രാജ്യങ്ങളിൽ നടന്ന പ്രക്ഷോഭവുമായി ഇതിന് സമാനതകളുണ്ടോ എന്ന ചിന്തയെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ 2 സ്കൂൾസ് ഓഫ് തോട്ടാണ് പ്രമുഖമായി ഉള്ളത്. ഒന്ന്, ജൈവികമായി ഉള്ള ഒരു ആവശ്യം. ലഡാക്ക് 2019 ലഡാക്ക് സംസ്ഥാന പദവി നഷ്ടപ്പെടുകയാണ്. ജമ്മു ആൻഡ് കശ്മീർ സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ ലഡാക്ക്. അതുകൊണ്ട് ജമ്മു ആൻഡ് കശ്മീർ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും ജമ്മു ആൻഡ് കശ്മീർ കേന്ദ്രഭരണ പ്രദേശമാവുകയും അതേപോലെ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയും ചെയ്ത ഒരു കാര്യം. അതുകൊണ്ട് ഒരു സംസ്ഥാന പദവിക്ക് വേണ്ടി ആ സംസ്ഥാനത്തുള്ള ആ ഒരു പ്രദേശത്തുള്ള ലഡാക്കിന് 2 ജില്ലകളാണുള്ളത്. ലേ ജില്ലയുമുണ്ട്, കാർഗിൽ ജില്ലയുമുണ്ട്. അപ്പോൾ ലേ പ്രദേശത്താണ് ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ ജില്ല. ആ പ്രദേശത്ത് നിന്ന് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ വളരെ തുച്ഛമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു MP മാത്രമാണ് ലഡാക്കിനുള്ളത്. അതുകൊണ്ട് 4 MLA മാർ. അതുകൊണ്ട് രാഷ്ട്രീയമായി അത്ര വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത, വലിയൊരു ബാർഗെയിനിങ് പവറൊന്നും പാൻ ഇന്ത്യ തലത്തിലില്ലാത്ത ഒരു പ്രദേശം ലഡാക്ക്. അത് ജമ്മു ആൻഡ് കശ്മീർ, അവിഭക്ത ജമ്മു ആൻഡ് കശ്മീരിൻ്റെ പ്രദേശത്തിൻ്റെ ഏതാണ്ട് 60% ഭൂമിയും, പക്ഷേ വളരെ ചെറിയ ജനസംഖ്യയുമുള്ള ലഡാക്കിൽ നിന്ന് ഒരു വൻ പ്രക്ഷോഭമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ആരും കണ്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ജൈവികമായി ഉണ്ടായ ഒരു പ്രക്ഷോഭമാണ്. ഒരു സംസ്ഥാന പദവിക്ക് വേണ്ടി പ്രത്യേക ട്രൈബൽ മേഖല, അത് ട്രൈബൽ മേഖലയാണല്ലോ, ഈ ബുദ്ധിസ്റ്റ് ട്രൈബ്സിൻ്റെ ഒരു മേഖലയാണ്. ആ ട്രൈബൽ മേഖലയ്ക്ക് ആ ഷെഡ്യൂൾ 6 അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ വേണം. മിസോറാമിലെ ട്രൈബുകൾക്ക് കിട്ടുന്ന ആസാം, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ആസാം മേഖലയ സംസ്ഥാനങ്ങൾക്കുള്ളിൽ ട്രൈബൽ ഓട്ടോണമസ് റീജിയൻസിന് കിട്ടുന്ന തരത്തിലുള്ള സ്വയം ഭരണാവകാശം അവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജൈവികമായി ഉണ്ടായ ഒരു പ്രക്ഷോഭം. അതിന് നേതൃത്വം കൊടുക്കാനായി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അദ്ദേഹം മുന്നിട്ട് വരികയും അദ്ദേഹത്തിന് റാമോൺ മാഗ്സസെ അവാർഡ് ജേതാവ് കൂടിയാണ്. അപ്പോൾ റാമോൺ മാഗ്സസെ അവാർഡ് ജേതാവ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു പോരാളികൾക്ക് പൊതുവെ നൽകുന്നതെന്ന ആരോപണം കൂടിയുള്ളൊരു അവാർഡാണ് മാഗ്സസെ അവാർഡ്. പക്ഷേ ആ അവാർഡ് ലഭിച്ചു. അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനും കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, പാകിസ്ഥാനിൽ അദ്ദേഹം സഞ്ചരിച്ചു എന്ന ഒരു ആരോപണം, അത് ആരോപണമല്ല, അത് അടിസ്ഥാനപരമായ സത്യവുമാണ്. ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി മുഹമ്മദ് യൂനിസുമായി അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ് വെളിയിൽ വരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ട്രാൻസ്നാഷണൽ ബന്ധങ്ങളുണ്ടോ, അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി NGO അതുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടിങ് ലഭിക്കുന്നുവോ? അതുപോലെ BJP ആരോപിക്കുന്ന എപ്പോഴും അസ്ഥാനത്തും ജോർജ് സോറോസിൻ്റെ പേര് പലപ്പോഴും വലിച്ചിഴക്കപ്പെടാറുണ്ട്. ജോർജ് സോറോസുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? അങ്ങനെയുള്ള ബന്ധമുണ്ടെങ്കിൽ ഒരു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ താല്പര്യങ്ങളുടെ ഒരു പിണയാളായി ഇദ്ദേഹം ഇവിടെ കാശ്മീരിൽ അല്ലെങ്കിൽ ലഡാക്കിൽ പ്രവർത്തിക്കുകയായിരുന്നോ? അതുകൊണ്ട് ജൻസി പ്രക്ഷോഭം എന്ന് തുച്ഛീകരിക്കാതെ അതിന് പിന്നിൽ ചൈനീസ് ഓർ പാകിസ്ഥാൻ ഓർ ഈവൻ അമേരിക്കൻ കരങ്ങളുണ്ടോ എന്ന സംശയമാണ് രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ട് പെടുന്നവർക്കുള്ളത്. അതേ സ്കൂൾ ഓഫ് തോട്ടിലുള്ളവർക്ക് ഈ ഒരു ആരോപണം കോൺഗ്രസ്സിന് നേരെ കൂടി തിരുത്തി വെക്കുകയാണ്. കാരണം 2 ലെജിസ്ലേറ്റേഴ്സ്, 2 കൗൺസിലേഴ്സ്, കോൺഗ്രസിൻ്റെ 2 കൗൺസിലേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകളെ ചുവട് പിടിച്ച് നടത്തുന്ന ആരോപണങ്ങളാണ്. ഇത് വരാൻ പോകുന്നു, ലഡാക്ക് കത്താൻ പോവുകയാണ് എന്ന ഒരു കോൺഗ്രസ്
കൗൺസിലറുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന അതുപോലെ സംഭവിച്ചപ്പോൾ ഇത് കോൺഗ്രസ് പാർട്ടി മുൻകൂട്ടി അറിഞ്ഞിരുന്നോ? BJPയുടെ അവിടുത്തെ ലേയിലെ ഓഫീസ് കത്തിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകന്മാരുണ്ടായിരുന്നോ? അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനൊരു പൊളിറ്റിക്കൽ ഡയമെൻഷനുണ്ട്, ഗ്ലോബൽ ഡയമെൻഷനുണ്ട്, ഡീപ് സ്റ്റേറ്റ് ഡയമെൻഷനുണ്ട്, എല്ലാമുണ്ട്. ഇതിന് പുറമെ ഒരു ഇക്കണോമിക് ഡയമെൻഷൻ കൂടി കാണാതിരുന്നുകൂടാ. കാരണം ലഡാക്കിൻ്റെ മണ്ണിൽ വലിയ തോതിൽ ലിഥിയം നിക്ഷേപം ഉള്ളതായി വളരെ വൈകി കണ്ടെത്തിയിട്ടുണ്ട്. ആ ലിഥിയം നിക്ഷേപം എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആധുനിക ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങളുടെ പിന്നിൽ ലിഥിയം അയൺ ബാറ്ററീസ്, അതിനുള്ള അസംസ്കൃത വസ്തുവായ ലിഥിയം വൻതോതിലുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു സംസ്ഥാനം ഉണ്ടായാൽ, ആ സംസ്ഥാനത്തിനുള്ളിൽ ഓട്ടോണമസ് റീജിയൻ ഉണ്ടായാൽ, കേന്ദ്രഭരണമാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ കാര്യങ്ങൾ നിയന്ത്രണം, പക്ഷേ സംസ്ഥാനമുണ്ടായാൽ അവിടെ കാര്യങ്ങൾ പുറത്തു നിന്നുള്ള ശക്തികൾക്ക് നിയന്ത്രിക്കാൻ എളുപ്പമാവും എന്ന ഒരു നിരീക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ആരോ പുറത്തു നിന്നുള്ള ശക്തികൾ അവിടെയുള്ള ചില പ്രാദേശിക ഘടകങ്ങളെ, NGOകളെ ഇളക്കി വിടുകയും ഒരു പ്രക്ഷോഭമായി വരികയും അങ്ങനെ അത് ആളിക്കത്തുകയും ചെയ്യുക വഴി ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ റിസോഴ്സ് റിച്ചായ, അല്ല എങ്കിൽ ഉഷരഭൂമിയാണ്. ലിഥിയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശം കാര്യമായ വിനോദസഞ്ചാര സാധ്യതയില്ലാത്ത, കാശ്മീർ പോലെ അല്ല എന്ന് ഓർക്കണം, ഉഷരഭൂമിയാണ്, പർവ്വത പ്രദേശമാണ്, അല്ലെങ്കിൽ ഡ്രൈ ഒരു തരം ലാൻഡാണ്. അപ്പോൾ അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം, അല്ലെങ്കിൽ മാഗ്സസെ അവാർഡൊക്കെ ലഭിച്ച ചില കോൺട്രിബ്യൂഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മഴക്കാലത്ത്, ഈ ശൈത്യകാലത്ത് ഐസ് തൂണുകൾ പോലെ ഉണ്ടാക്കി, ഐസ് ക്യൂബുകൾ ഉണ്ടാക്കി അതിൽ നിന്നും വേനൽക്കാലത്ത് വെള്ളമുണ്ടാക്കുന്ന നൂതന പദ്ധതി. അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചില നീക്കങ്ങൾ നടത്തുന്നു. ഈ കുട്ടികളെ വലിയ രീതിയിൽ SSLC അല്ലെങ്കിൽ സ്കൂൾ ഫൈനൽ മെട്രിക്കുലേഷൻ പാസ്സാക്കുന്നത് 15% അദ്ദേഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനം മൂലം 75% മാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് ഉള്ള ഈ പരിസ്ഥിതി പ്രവർത്തകൻ, അദ്ദേഹത്തിന് മറ്റ് ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ, ജൈവികമായുള്ള പ്രക്ഷോഭം ഒരു വശത്തെ അങ്ങനെ വിചാരിക്കുകയും, അല്ല ഇതിന് പിന്നിൽ ഗൂഢമായ ചില ശക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്നു, യാഥാർത്ഥ്യം കണ്ടെത്തുക. അതുകൊണ്ട് ഇപ്പോൾ ശാന്തത കൈവന്നിരിക്കുന്നു. ഭാഗ്യത്തിന് ഈ പ്രക്ഷോഭം കൈവിട്ടു പോയിട്ടില്ല. തിങ്സ് ആർ അണ്ടർ കൺട്രോൾ എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായും. എന്തായാലും എന്താണ് യഥാർത്ഥ കാരണങ്ങൾ എന്ന ഒരു പരിശോധന തന്നെയാണ് നമ്മൾ നടത്തുന്നത്.